ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കാന്താരി കൃഷിയെക്കുറിച്ചാണ്. ദേ കണ്ടോ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാന്താരി കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ മുൻപേ പാകി വെച്ചിരുന്ന ഒരു ഗ്രോ ബാഗിലെ കാന്താരിയാണ്. അതിൽ കുറച്ച് ഞാൻ ഇളക്കി മാറ്റി നടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിറച്ച് കാന്താരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇളക്കി മാറ്റി നട്ടിരുന്നെങ്കിൽ ഒരുപാട് വലിയ തൈ മാറുമായിരുന്നു. ഇപ്പോൾ ഞാൻ കാന്താരി തൈ വാങ്ങിയല്ല നടുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന കാന്താരി ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കാന്താരിയാണിത്. ഇത് ഞാൻ കീറി വിത്ത് മാറ്റിയെടുക്കാറില്ല. തീർച്ചയായും നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഈ വിത്തുകൾ കീറി മാറ്റിയെടുക്കാതെ എങ്ങനെയാണ് തൈ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നമുക്ക് കാണാം. നമ്മൾ പാകാൻ ഉദ്ദേശിക്കുന്ന ഗ്രോ ബാഗിലേക്ക് നമ്മളുടെ മുളകുകൾ കീറാതെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്കായിട്ട് വിതറി കൊടുക്കാം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കേണ്ടതില്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം നമ്മൾ മൂടിയിട്ടേക്കുന്ന മുളകിനും കിട്ടും. ആ ഈർപ്പം കൊണ്ട് തന്നെ നമ്മുടെ ഈ മുളക് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗം, ആ ചുമന്ന തൊലിയൊക്കെ ചീഞ്ഞു മാറുമ്പോൾ ആ മുഴുവൻ മുളകിൻ്റെ വിത്തുകളും മുളച്ച് കയറും. അതുപോലെ ഞാൻ പരീക്ഷിച്ച ചെടികളാണിത്. ഇതിൽ ഒരുപാടുണ്ടായിരുന്നു. ഒരു 2-3 മുളക് ഞാൻ ഇങ്ങനെ മൂടിയിട്ട് ഞാൻ പാകിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ ഇതിൽ മുളച്ച് കിട്ടും. ഇതൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ ഞാൻ ഇളക്കി മാറ്റിയില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തൈകൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ കാന്താരി ചെടി വീട്ടിലുണ്ടാക്കി അതിൻ്റെ മുളക് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ കാന്താരി ചെടിയിലെ മുളകുകൾ പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണം. പോരായെങ്കിൽ അത് നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കഴിക്കാമെന്നും പറയാൻ കഴിയില്ല.